ജോസഫ് ദാവീദിൻ്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്നും യൂദയായിൽ ദാവീദിൻ്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി. സുവിശേഷത്തിൽ ക്രിസ്തു ജനനത്തെക്കുറിച്ചുള്ള പശ്ചാത്തലത്തിലാണ് ഈ യാത്രയുടെ കാര്യം സുവിശേഷകൻ സൂചിപ്പിക്കുന്നത്. ഈ യാത്രയുടെ മധ്യേ ഈശോ ജനിക്കുകയും പൂജരാജാക്കന്മാർ വിരുന്നു വരുന്നതും ബൈബിളിൽ വിശദമായി തന്നെ വായിക്കാം. പക്ഷേ എങ്കിലിതാ പരിശുദ്ധ അമ്മയും കുഞ്ഞും യൗസപിതാവും ഹെറോദോസിൻ്റെ പടയാളികളെ ഭയന്ന് ഒളിച്ചിരുന്നത് ഒരു ഗുഹയിലായിരുന്നുവെന്നും അവിടെ വെച്ചാണ് പരിശുദ്ധ അമ്മ കുഞ്ഞിനെ ശുശ്രൂഷിച്ചതും ഉണ്ണീശോയ്ക്ക് പാല് കൊടുത്തതും. പാല് കൊടുക്കുന്നതിനിടയിൽ താഴേക്ക് വീണ പാൽത്തുള്ളികൾ വീണ് അവിടെ കിടന്നിരുന്ന കല്ല് വെള്ള നിറത്തിലായി മാറിയെന്ന ഒരു ഐതിഹ്യം പാലസ്തീനിലെ വിശ്വാസികൾക്കിടയിലുണ്ട്. ആ ഗുഹ ഇപ്പോൾ അറിയപ്പെടുന്നത് പാൽ ഗുഹ, മിൽക്ക് ഗ്രോട്ടോ എന്നാണ്. ആ സ്ഥലം ഇപ്പോൾ കത്തോലിക്ക വിശ്വാസികളുടെ ആരാധനാലയമാണ്. AD 385 ഇവിടെ ആദ്യമായി ദേവാലയം പണിയുന്നത്. മുസ്ലിമുകളും കത്തോലിക്കരും ഒന്നടങ്കം പാൽഗുഹ സന്ദർശിക്കുകയും വണങ്ങുകയും ചെയ്യുന്നു. മാതാവ് ഉണ്ണീശോയ്ക്ക് പാൽ കൊടുക്കുന്ന ചിത്രമാണ് ഗുഹയുടെ അകത്ത് സ്ഥാപിച്ചിട്ടുള്ളത്. 1872 ഈ ഗുഹയുടെ ഇപ്പോഴത്തെ നവീകരിച്ച രൂപം പണിതത്. കുട്ടികളില്ലാത്ത ദമ്പതികളാണ് ഇവിടം കൂടുതൽ സന്ദർശിക്കുന്നതും പ്രാർത്ഥനകൾ നടത്തുന്നതും. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് എനിക്കും അവിടെ പോകാനും പ്രാർത്ഥിക്കാനും ഭാഗ്യം ലഭിച്ചു. മാതാവിൻ്റെ പാൽത്തുള്ളികൾ വീണുവെന്ന് പറയപ്പെടുന്ന ആ പാറ വെള്ള നിറത്തിലാണ് ഇന്നും കാണപ്പെടുന്നത്. അവിടെ വെച്ച് എൻ്റെ കുടുംബത്തിലുള്ള 3 സഹോദരങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിച്ചത്. അവരുടെ വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ പലതും കടന്നു പോയിട്ടും അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അതിനാൽ വളരെയധികം വേദനയിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന എൻ്റെ 3 കസിൻസിനെ സമർപ്പിച്ച് പ്രത്യേകമായി അന്നേ ദിവസം ഞാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം തേടി അവർക്കായി അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. ഒത്തിരി വൈകാതെ തന്നെ അവർ 3 പേരും പിന്നീട് പ്രഗ്നൻ്റ് ആവുകയും ഇന്ന് അവർക്ക് ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ നൽകി ദൈവം അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്തു. അന്ന് ഞാൻ അവിടെ വെച്ച് കണ്ണുനീരോടെ പരിശുദ്ധ അമ്മയ്ക്ക് മുൻപിൽ സമർപ്പിച്ച ആ നിയോഗത്തിൻ്റെ മേൽ അമ്മ എത്ര പെട്ടെന്നാണ് ഇടപെട്ടതെന്ന് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. അവരിൽ ഒരാൾക്ക് ഇന്ന് 3 കുട്ടികളും ബാക്കി 2 പേർക്ക് ഒരേ കുഞ്ഞുങ്ങൾ വീതവും. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ കൂപ്പി കുഞ്ഞുങ്ങളില്ലാതെ വേദനിക്കുന്ന എല്ലാ ദമ്പതിമാരെയും സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ മക്കൾ ഉദരഫലത്തിനായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ കർത്താവേ, നിൻ്റെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൻ്റെ ശക്തിയാൽ ആ മക്കളെ ഇപ്പോൾ തന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവരുടെ പ്രാർത്ഥന കേൾക്കണമേ, അവരുടെ കണ്ണുനീര് കാണണമേ ഈശോ. ഒരു കുഞ്ഞിനായുള്ള നീണ്ട നാളത്തെ അവരുടെ കാത്തിരിപ്പിനെ ഈശോയെ നീ കനിവോടെ നോക്കി കാണണമേ. അവരുടെ വേദനകൾക്ക് എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടെത്താൻ നിൻ്റെ ദയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കുഞ്ഞിന് ജന്മം നൽകുവാൻ എന്താണോ ആ മക്കളിലൊക്കെ തടസ്സമായിട്ട് നിൽക്കുന്നത്, ഉൽപ്പത്തി 1:28 വചനത്തിൻ്റെ ശക്തിയാൽ ആ തടസ്സം എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു: സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞതിനെ കീഴടക്കുവിൻ. ഈശോയെ, ഈ വചനത്തിൻ്റെ അഭിഷേകം കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരിൽ ഈ സമയം തന്നെ കൃപയായി നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം മക്കളില്ലാതെ വേദനിക്കുന്ന എല്ലാ ദമ്പതിമാരെയും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥ്യം തേടി അവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.